തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ എന്ന് മനസ്സിലാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സമുദായത്തിലെ ഭൂരിപക്ഷമുള്ളവർ മാത്രം ജയിക്കും. ഉത്തർപ്രദേശും മധ്യപ്രദേശും പോലെ കേരളത്തെ ആക്കാനാണോ ശ്രമമെന്നും മന്ത്രി ചോദിച്ചു. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപ്പെട്ട മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരുതിലുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.